ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണാ, ഇതെന്താടാ നീ വായ തുറന്നിരിക്കണേ? കണ്ണെന്തിട്ട് ചെയ്യണേ ഇവിടെ കിടന്നിട്ട്? കണ്ണനോട് പായയിൽ ഇങ്ങനെ കിടത്തിയേക്കാട്ടാ. കണ്ണനൊരു കാര്യം ചെയ്യായിരുന്നു. എന്നിട്ട് ചെയ്യായിരുന്നേ? കണ്ണൻ്റെ വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് മരുന്നൊക്കെ കഴിച്ച് പല്ലൊക്കെ തേച്ച് എന്നിട്ട് അവിടെ അങ്ങോട്ട് നോക്കണ്. അമ്മ തയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, മെഷീൻ തുമ്മിക്കല്ലേ നോക്കണേ. അമ്മയ്ക്ക് തയ്ക്കണം എന്ന് പറഞ്ഞില്ലേ കുറച്ച് നേരം. കണ്ണൻ എന്തൊരു ചെയ്തിരുന്നേ? എന്തൊരു ചെയ്തിരുന്നേ? മുകളിലേക്ക് ഒന്നല്ല നോക്കി കിടന്നിരുന്നേ, ടി വി അല്ലേ നോക്കിയിരുന്നേ. ടി വി എവിടെയാ? ടി വി കാണിച്ചതാ അവിടെ അന്ന് ഒതുക്കിന്ന് പറയാണ് കേട്ടാ. അവിടെ ഞങ്ങൾ കുറച്ചൊക്കെ ഭാഗമൊക്കെ ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അതാണോ പറയണേ? മോൻ്റെ ടി വി എവിടെയാ? മോൻ ടി വി കാണായിരുന്നില്ലേ? എവിടെയാ പൊന്നിൻ്റെ ടി വി? ഞങ്ങളിത് ഇവിടെ ടി വി കാണായിരുന്നു. അമ്മ കുറച്ച് നേരം തയ്ക്കട്ടെ? 7:30 ആയിട്ടുള്ളൂ, 8 മണിക്കല്ലേ ഉറങ്ങാൻ പോണ്ടത്. അമ്മ കുറച്ച് നേരം തയ്ക്കട്ടെ? തയ്ച്ചോളാൻ പെർമിഷൻ മേടിച്ചിട്ട് വേണം പോവാ. അപ്പോൾ ആളിവിടെ കിടന്ന് തന്നെ നോക്കി ഇങ്ങനെ എനിക്ക് കണ്ണനെ കാണുന്നിടത്ത് തന്നെ ഇവിടെ വിഷയം കിടക്കുന്നതേ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എനിക്ക് തയ്ക്കാം. അപ്പോൾ കണ്ണൻ കൂട്ടി ടി വി കണ്ട് കിടന്നോളും. അവിടെ ഒരു മദാലസി ഉണ്ട് കേട്ടാ, നോക്കട്ടെല്ലോ. ഒരു മദാലസത എവിടെ ഇരുന്നിട്ട് അത് മാറ്റി വയ്ക്കി. പല്ലേക്കണ്ടേ? ഉറങ്ങാൻ പോണ്ടേ? ഒന്ന് വേഗം ഉറങ്ങാൻ പോണം, അല്ലാതെ കണ്ണൻ ചേട്ടൻ വേഗം ഉറങ്ങുള്ളൂ. 8 മണിക്കെങ്കിലും കൊണ്ടുപോയാലാണ് ഒരു 9:30 10 മണിയാകുമ്പോഴേക്കും ഉറങ്ങുള്ളൂ. ഇന്നലെയൊക്കെ ഉറങ്ങാണ്ടില്ലേ കല്ല് അറിഞ്ഞില്ല അല്ലേ? കണ്ണൻ ചേട്ടൻ എപ്പോഴും ഉറങ്ങിയാൽ 11 മണിയായി ഉറങ്ങാൻ. കണ്ണൻ ചേട്ടൻ ഇന്ന് ഉറങ്ങിയാ? വാ നോണ ഉറങ്ങിപ്പോയാ കിടന്ന്? വിശ്വസനീയമല്ലല്ലോ. അമ്മ കുറച്ച് നേരം തയ്ക്കട്ടെ കേട്ടാ. വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടേ, ഇന്നലെ വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കല്ലൂനും എനിക്ക് ഒരേപോലത്തെ ഡ്രസ്സ് തയ്ക്കാനായിട്ട് തുണിയൊക്കെ വാങ്ങിയതാട്ടോ. അപ്പം അതിൻ്റെ വെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കല്ലൂൻ്റെ ആദ്യം തയ്ക്കാം അല്ലേ? കല്ലൂൻ്റെ അല്ലേ കുഞ്ഞിത്? എവിടെ കല്ലൂൻ്റെ തുണി? ഇത് ഒന്നും മാറ്റി വയ്ക്കരുത് കേട്ടാ. ഒക്കെ പരീക്ഷണങ്ങളാണ് കുട്ടി, പരീക്ഷണങ്ങളാ. ഇട്ട് നോക്കാറായിട്ടില്ല തുണി. എങ്ങനെ ഇട്ട് നോക്ക? തയ്ക്കട്ടെ അമ്മ? ഡ്രസ്സായിട്ടില്ല, ഡ്രസ്സാവുമ്പോ തരാം കേട്ടാ. അപ്പൊ അമ്മ തയ്ക്കട്ടെ. എങ്ങനെയാവുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ തയ്ക്കാറൊക്കെ ഉണ്ട് ചെറിയ രീതിയിലൊക്കെ, വലിയാണ്ടൊന്നും അങ്ങനെ അറിയൊന്നുമില്ല. ഒക്കെ ഓരോ പരീക്ഷണങ്ങളാണല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കട്ടെ. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 1/2 മണിക്കൂർ കൊണ്ട് പറ്റുന്നത് എത്രയാണോ അത്രയും തയ്ച്ചു വയ്ക്കും. ബാക്കിയുള്ളത് നാളെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞ് വേഗം ഉറക്കാനൊക്കെ കൊണ്ടുപോകണം പിള്ളേരെ. കണ്ണൻകുട്ടിയപ്പോൾ എന്നെ തന്നെ നോക്കി ഇങ്ങനെ കിടക്കുക കേട്ടോ. സിനിമയൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ ടി വി ഒക്കെ വെച്ചിട്ട് അതിലേക്കും നല്ല നോട്ടാ. ഈ മെഷീൻ ഇങ്ങനെ കറങ്ങുന്ന സൗണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. ആൾക്ക് ഈ വണ്ടി എന്നൊക്കെ പറയാം. അപ്പോൾ ആളുടെ വിചാരം വണ്ടി ഓടിക്കാമെന്ന്. ആ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴേ ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ പണിയൊക്കെ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യാനൊക്കെ. പക്ഷേ ഇരിക്കാനായിട്ട് നേരമില്ല. പകൽ മുഴുവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ രാത്രിയൊക്കെ ഇങ്ങനെ 1/2 മണിക്കൂറൊക്കെ കിട്ടുന്നത്. പിന്നെ ഇവരൊക്കെ ഉറങ്ങിക്കഴിയുമ്പോഴേ, പിള്ളേർ ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ചേട്ടനും ചിലപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഈ പറഞ്ഞതുപോലെ മടി തോന്നും. പിന്നെ ഇപ്പോൾ ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരം പോകുന്നത് അറിയില്ല. ഒന്നില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് എടുക്കുമ്പോൾ മെസ്സേജസ് ഇങ്ങനെ നിറഞ്ഞു കിടക്കും. ഇൻസ്റ്റ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറില്ല, എന്നാലും പരമാവധി ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുമുണ്ട്. അപ്പോൾ അതുപോലെ കമൻസും കാര്യങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് നോക്കും. അങ്ങനെയൊക്കെ നേരം പോകുന്നതേ അറിയില്ല. പിന്നെ കണ്ണൻകുട്ടീനെ ഉറക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നു കേട്ടോ. കണ്ണൻകുട്ടീനെ മാത്രമല്ല കല്യാണിക്കുട്ടീനെയും കൂടെ. കല്യാണിയുടെ കാര്യം ഞാനങ്ങനെ എടുത്ത് പറയാത്തതെന്ന് പറഞ്ഞാൽ അവൾ നമ്മളെ കൂടെ ഉണ്ടല്ലോ എപ്പോഴും. നമ്മൾ കുറേയും കൂടെ അവൾ പോലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കണ്ണൻ്റെ കാര്യത്തിന്. ഉറക്കാനായിട്ട് റൂമിലേക്ക് വന്നപ്പോഴാണ് ആലോചിച്ചത്, നാളെ പിറ്റേ ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. കണ്ണനെ ഡിസ്ചാർജ് ചെയ്തിട്ട് പിന്നെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ, കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ എന്ന് അറിയാനായിട്ട്. അപ്പം ഞാൻ ഡിസ്ചാർജ് സമ്മതിയൊക്കെ എടുത്ത് അലമാരിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ അതിലാണല്ലോ നമ്മൾ ഏത് മെഡിസിൻസൊക്കെയാണ്
അതുവരെ കഴിച്ചിരുന്നതായില്ല, ഇനി മെഡിസിൻസ് മാറ്റണമെന്നൊക്കെ ഉള്ളത് ഉണ്ടാവുക. അപ്പോൾ ഇനി രാവിലെ ഇതൊക്കെ തിരയാനും ഒക്കെ ഫയലിലാക്കിയൊക്കെ എടുത്ത് വെച്ചേക്കായിരുന്നു. രാവിലെ ചിലപ്പോൾ ഇതൊക്കെ തിരയാനൊന്നും നേരം ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ ഞാൻ ആ ഡിസ്ചാർജ് സമ്മറി മാത്രം എടുത്ത് പുറത്ത് വെച്ചു കേട്ടോ. പിന്നെ അവർ ഉറക്കാനൊക്കെ ആയിട്ട് കിടന്നു. ഉറക്കാൻ കിടക്കാമെന്ന് പറഞ്ഞാൽ വലിയ യുദ്ധമാണ്. കണ്ണൻകുട്ടി ബഹളമൊന്നും ഇല്ലാണ്ടൊക്കെ കിടക്കും. പക്ഷേ അവൻ എല്ലാവരും ഉറങ്ങി എല്ലാവരുടെയും സെറ്റായി എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടേ അവൻ ഉറങ്ങുള്ളൂ. കല്യാണി പക്ഷേ അങ്ങനെയല്ല. കല്യാണി ചെന്ന് കിടക്കുമ്പോൾ ഭയങ്കര ലഹളയായിരിക്കും, പിന്നെ പെട്ടെന്ന് തന്നെ ആൾ ഉറങ്ങിപ്പോകും കേട്ടോ. അങ്ങനെയാണ്. പക്ഷേ ആ ചെന്ന് കിടക്കുന്ന ആ ഒരു ലഹളയുണ്ടല്ലോ, അത് കുറച്ചധികം നേരം ഇങ്ങനെ നിൽക്കും ചിലപ്പോൾ അവളുടെ. അങ്ങനെ രണ്ടാളെ ഉറക്കി കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ കല്യാണി സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കണനെയും കൊണ്ട് ഞങ്ങൾ പോയി ഹോസ്പിറ്റലിൽ പോയിട്ടാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുട വഴിയല്ല പോയത്. ഇരിഞ്ഞാലക്കുട വഴി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പണികൾ നടക്കാം. അപ്പോൾ ഞങ്ങൾ കൊടകര കൂടെ പോയത്. അപ്പോൾ പാലിയേക്കര ടോളിൻ്റെ അവിടെ നിന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ തലേ ദിവസം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കംപ്ലീറ്റ് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ വണ്ടിയിലിരുന്നിട്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ടോളിൻ്റെ അവിടെയൊക്കെ വണ്ടികളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് നേരം നിർത്തിയിടല്ലോ, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചെക്കന് യാത്ര പോവാന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിയുടെ കുറച്ച് അടച്ചിലൊക്കെ ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി കണ്ണൻ്റെ കുഞ്ഞു കുറുമ്പൊക്കെ കാണിക്കാനായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ജൂബിലിക്ക് പോയിക്കൊണ്ടിരിക്കുക. കണ്ണൻകുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നല്ലോ കുറച്ച് ദിവസം, കഫക്കെട്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വെറുതെ അവന് ഓക്കെ ആയി, 2 ദിവസം കൊണ്ട് തന്നെ ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിർത്തേണ്ട കാര്യങ്ങളൊക്കെ പറയാനായിരിക്കും ഇപ്പം ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അയ്യോ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും എൻ്റെ കൈത്തണ്ടല്ലേ ഇങ്ങനെ കെടുത്തിയേക്കായിരുന്നു എനിക്ക് പിടിക്കാനായിട്ടുള്ള സുഖം നോക്കിയിട്ട്. അപ്പോൾ ആൾക്കാണെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് പോകുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ കാണണം. അപ്പോൾ ഇവിടെ കാർ സീറ്റിൽ ഇരുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളിങ്ങനെ പടഞ്ഞിരിക്കും. പിന്നെ പരമാവധി ഞാൻ എൻ്റെ മടിയിൽ തന്നെയാണ് അവൻ ഇരുത്താറുള്ളത്. പിന്നെ ഇത് കാണിക്കുന്നു നോക്ക്. ഞാൻ പറയാറില്ലേ നിങ്ങളുടെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണന് ഭയങ്കര ബലം പിടുത്താണ്, ഭയങ്കര ടൈറ്റാണ് ബോഡി എന്നൊക്കെ. സന്തോഷം കൊണ്ടുമാണ് കുറച്ച്. പിന്നെ അവൻ്റെ ബോഡി മൊത്തത്തിൽ ടൈറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടൈറ്റാണ് ബോഡി അല്ലേ കണ്ണ? അത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 2 വർഷം മുന്നേ പോലും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് ഇങ്ങനെ കൂടിയിട്ടുള്ളത്. അയ്യോ 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 അയ്യോ. അടുത്തുകൂടെ വണ്ടികൾ പോകുന്നതിൻ്റെ അഭ്യാസങ്ങളാട്ടോ. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഹോസ്പിറ്റലിൽ എത്താറായിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട്. എന്നാലും ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. വഴിയെ പറയാല്ലേ അണ്ണാ? വഴിയെ പറയാല്ലേ? കണ്ണൻ ബിസിയാണ്. കണ്ണൻ വണ്ടി ഓടിക്കുക. ചേട്ടാ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കുവോ കണ്ണന്? ചേട്ടനെ ഇപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കേട്ടാ. ചേട്ടാ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കുവോ കണ്ണന്? ചേട്ടാ കണ്ണനെ ഓടിക്കാന്ന് വണ്ടി. കണ്ണനെ ഓടിക്കാണ്. അവനോട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. കണ്ണന് ഈ മുതൽ ഇതുണ്ടല്ലോ, ഈ പാലത്തിന്റെ സൈഡിലത്തെ സാധനം ഇത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ അവന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂ. എത്താറായി അവിടെ എത്തിപ്പോ? മറ്റേ ആ ജെറുസലേമിന്റെ ഒക്കെ സ്ഥലല്ലേ തലേര അല്ലേ ഏട്ടത്? മണ്ണുത്തി കൂടിയല്ലേ നമ്മള് പോണേ? മണ്ണുത്തിക്ക് സ്ട്രൈറ്റ് അല്ലേ? ഇത് തലൂര് കഴിഞ്ഞിട്ടുള്ള സ്ഥലം അല്ലേ? അതെ പുത്തൂര് അങ്ങോട്ട് നേരെ പോണം. വെട്ടിക്കാടോ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് വരാറുണ്ട് ഈ സ്ഥലത്തേക്ക്. ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് അങ്ങോട്ട് കടന്നിട്ടേ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ ഓണത്തിന്റെ സംഭവങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ നമ്മുടെ മറ്റേ ജെറുസലേം അല്ലേ? ജെറുസലേം പള്ളിയുണ്ട്. അപ്പൊ അങ്ങോട്ട് ഞങ്ങൾ കുറെ നാളെ കണ്ണനെ കൊണ്ടുവന്നിരുന്നു കേട്ടാ. അത് ചിലവരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ചിലവരെ പള്ളികളൊക്കെ കൃപാസനം കുറെ പള്ളികളൊക്കെ കാണിച്ചിട്ട് അങ്ങോട്ടൊന്ന് കൊണ്ടുപോവോ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മതി എന്നൊക്കെ. നമുക്ക് അങ്ങനെ ഒരു വിശ്വാസക്കുറവ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കുറെ നാള് ചെട്ടിക്കാടൊക്കെ കൊണ്ടുപോയില്ലേ കണ്ണനെ ചേട്ടാ? അത് ഏതാഴ്ച കൊണ്ടുപോകാറ്? ചൊവ്വാഴ്ചകളിലോ? ഇവിടെ വെള്ളിയാഴ്ചകളിലാ. ജെറുസലേമില് വെള്ളിയാഴ്ചകളിലാണ് വരാറ്. ചെട്ടിക്കാട് ചൊവ്വാഴ്ചകളിലും കൊണ്ടുപോകാറുണ്ട്. കൃപാസനത്തിലും അതുപോലെ നമ്മൾ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ മറ്റേ ഉടമ്പടിയൊക്കെ ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് വേണ്ടി വേറെ ആളുകൾ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കൊണ്ട് നടന്നിട്ടുണ്ട്. മരുന്നും മന്ത്രം എന്നല്ലേ പറയാ? മരുന്നിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്, മന്ത്രത്തിന്റെ വഴിക്ക് നടക്കട്ടെ അല്ലേ വേണ്ട? മരുന്നും മന്ത്രവും കൂടെ ഒരുമിച്ചായാലല്ലേ ബലങ്ങൾ ഉണ്ടാവുള്ളൂ.
പിന്നെ എന്താ പറയാ, ഒന്നിലും അമിതമായിട്ടുള്ള ഒരു ഇത് എനിക്കില്ല കേട്ടോ. ഈശ്വര വിശ്വാസം ഉണ്ട് അത്യാവശ്യം, പക്ഷെ അതേ ശരണം എന്നും പറഞ്ഞ് നടക്കലൊന്നും ഇല്ല. ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണെങ്കിൽ എല്ലാം ചടപടേന്നായിരുന്നു കാര്യങ്ങൾ. ചേട്ടൻ പാർക്ക് ചെയ്യാനായിട്ട് പോയി. ഞാൻ പറഞ്ഞു ചേട്ടൻ വരുന്നത് വെയിറ്റ് ചെയ്യാറില്ല, കാരണം ചേട്ടൻ പാർക്ക് ചെയ്തൊരു ലോകത്തൊക്കെ ആയിരിക്കും പാർക്കിങ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാലേ നമ്മളവിടെ നിൽക്കുന്നവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ 1ാം നിലയിലാണ് നമ്മൾക്ക് മറ്റേ OP ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 1ാം നിലയിൽ പോയി OP ടിക്കറ്റ് എടുത്ത് 2ാം നിലയിലേക്ക് നടക്കും. കണ്ണനും കൊണ്ട് സ്റ്റെപ്പ് കയറി 2ാം നിലയിലാണ് നമ്മൾ ഡോക്ടർ OP ഉള്ളത്. അപ്പോൾ ഞാനും കണ്ണനും കൂടെ പോയി അവിടെ ചെന്നിരുന്നപ്പോഴേക്കും ഡോക്ടർ നമ്മളെ കണ്ടപ്പോൾ വേഗം വിളിച്ചു. വേഗം തന്നെ കണ്ടു, പോന്നു. മെഡിസിൻസ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്, കഫക്കെട്ടൊക്കെ മാറിയിട്ടൊക്കെ ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് മെഡിസിൻസ് മാത്രം വേണമെങ്കിൽ ഒന്ന് കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ചുറ്റലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് 1-2 സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെയൊക്കെ കയറി നമ്മുടെ കണ്ണൻകുട്ടിക്ക് ഓണമായിട്ട് ഞാനൊരു കുറിയൊക്കെ എല്ലാ വർഷവും ഓണത്തിന് എനിക്ക് കുറിയുടെ പൈസ കിട്ടും. അപ്പോൾ ഇപ്രാവശ്യത്തെ കുറിയുടെ പൈസ കിട്ടിയപ്പോൾ ഞാൻ കുറേ ആയി വിചാരിക്കണു അങ്ങനെ വരുമ്പോൾ കണ്ണൻകുട്ടിക്ക് എന്തായാലും ഒരു കുഞ്ഞി വള മേടിക്കണമെന്ന്. കണ്ണൻ്റെ അപ്പുറത്തെ കയ്യിലുണ്ടായിരുന്ന കഴിച്ചയും ഭയങ്കര ലൂസായിട്ട് ഇങ്ങനെ ഊരി പോകുന്ന പോലെയൊക്കെ ആയിരുന്നേ. അപ്പോൾ ആൾക്കാണെങ്കിൽ ഈ സ്വർണ്ണങ്ങളും ഇങ്ങനത്തെ ആഭരണങ്ങളൊക്കെ ഭയങ്കര താല്പര്യം, അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിചാരിച്ച അത്ര തൂക്കത്തിലൊന്നും എനിക്ക് വാങ്ങാൻ പറ്റിയില്ല, കാരണം ഇപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസൊക്കെ വന്ന് കുറേ അങ്ങനെയും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ എന്നാലും ഒരു കുഞ്ഞി വള അവന് മേടിച്ചു കേട്ടോ. പിന്നെ നമുക്ക് നെറ്റിപ്പട്ടത്തിന് ഓർഡറുകൾ ഇങ്ങനെ വന്നും കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ഒക്കെ 5.5 അടിയുടെയും അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ മെറ്റീരിയൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് മെറ്റീരിയൽ വാങ്ങാനും കൂടെ തൃശ്ശൂർ പോകുമ്പോൾ വാങ്ങാനും കൂടെ കയറും. അപ്പോൾ അടുത്ത ചേച്ചിമാരെയൊക്കെ അറിയാം കേട്ടോ, പരിചയമാണ്, ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നതല്ലേ, എല്ലാവരും അറിയുന്നവരൊക്കെ. പിന്നെ നമ്മുടെ ചാനലിലും കാണാറുണ്ട്, അങ്ങനെ എല്ലാവരും അറിയാം. അപ്പോൾ ഞാൻ ചേച്ചി എന്തായാലും എടുത്തും കൊണ്ട് നിൽക്കുമായിരുന്നു സാധനങ്ങൾ. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു എന്തായാലും ചേച്ചി എടുക്കണേ, ഞാൻ കുറച്ച് വീഡിയോസ് ഇവിടുത്തെയും കൂടെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്നും വേഗം ഇറങ്ങി കേട്ടോ. കുറേ അധികം സാധനങ്ങളുണ്ടായിരുന്നു വാങ്ങാനായിട്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും അതെ അവിടേക്ക് ചെല്ലുമ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാവും വാങ്ങാൻ, നെറ്റിപ്പടത്തിൻ്റെ മെറ്റീരിയൽസും പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാവും ആ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ വാങ്ങാൻ. നമുക്ക് എന്താ പറയുക, ലോകത്തില്ലാത്ത സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ ഈ കടയിൽ. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ചെറിയ എന്തെങ്കിലും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിടാറുണ്ടല്ലേ. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, ഞാൻ എങ്ങോട്ടും നോക്കില്ല, മൊത്തം ഇങ്ങനെ എൻ്റെ കണ്ണിങ്ങനെ പരതിയും കൊണ്ടേ ഇരിക്കും കേട്ടോ. അങ്ങനെയാണ്. ചുണ്ട് കടിച്ച് പൊട്ടിക്കോ ഒന്ന്, ചുണ്ട് കടിച്ച് പൊട്ടിക്കോ. അപ്പം ഞങ്ങൾ രാവിലെ പോയതാട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, ബാക്കിയൊന്നും എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ കണ്ണനായിട്ട് പോകുമ്പോഴേ എല്ലാം നമുക്കങ്ങനെ കാണിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. ഈ കണ്ണൻകുട്ടിയാണെങ്കിൽ 2 വർഷം മുന്നത്തെ കണ്ണൻകുട്ടിയൊന്നും അല്ല, ഇപ്പോൾ കണ്ണൻകുട്ടി ഭയങ്കര വിലമെടുത്താണ്, നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, അതേപോലെയാണ് അവനെ. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കണം, അതിൻ്റെ കുറേ ശരിയാക്കാനും ഒക്കെയുള്ള വഴികളൊക്കെ നോക്കിയുള്ള കുറേ നടത്തിയിലൊക്കെയാണ് അല്ലേ കണ്ണാ. അപ്പോൾ കല്യാണം ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛനൊന്ന് ലീവായതുകൊണ്ട് അച്ഛൻ വരും, അച്ഛനും അമ്മയും കൂടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം പോയിക്കൊണ്ടിരിക്കുക. അവിടേക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ കയറാനൊക്കെ ഉണ്ടായിരുന്നേ, കടകളിലൊക്കെ കയറാനുണ്ടായിരുന്നു അല്ലേ കണ്ണാ. കണ്ണനപ്പോൾ ഇവിടെ ചാച്ചൊക്കെ കിടക്കാൻ, ഞാൻ അങ്ങനെ കാർ സീറ്റിൽ ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിലൊന്നും ഞാൻ അവനങ്ങനെ ഇരുത്തില്ല, എൻ്റെ മടിയിൽ എൻ്റെ കുഞ്ഞുവാവയൊക്കെ കിടത്തന്നെ പതിവ് അല്ലേ കണ്ണാ, കുഞ്ഞുവാവയായിട്ട് കിടക്കാം. അപ്പം ഞങ്ങൾ മറ്റിരിഞ്ഞാലക്കുട വഴിയാണ് വരാറേ. അവിടെ ഭയങ്കര ഈ റോഡ് പണിയൊക്കെ കാരണേ സിഗ്നലാ ക്രോസ് ചെയ്യണം, റോഡ് പണിയൊക്കെ കാരണേ ഭയങ്കര പ്രശ്നമാണ് വണ്ടിയാണ്. അപ്പം ഞങ്ങൾ കൊടകര വഴിയാണ് വരുന്നത്, ഇതാകുമ്പോൾ ഹൈവേ ആണല്ലോ, വലിയ പ്രശ്നമില്ല. തന്നെ കണ്ണനാണെങ്കിലേ വെയിൽ മുഖത്തേക്ക് അടിച്ചിട്ട് എന്നിട്ട് ഇവിടെ തിന്നണേ കണ്ണാ. എന്നിട്ട് തിന്നണ നീ ബിരിയാണി തിന്നാ, ഉച്ചയ്ക്ക് ബിരിയാണി തിന്നോട്ടെ കണ്ണേ, ബിരിയാണി തിന്നാ കണ്ണേ, ഇത്തിരി തിന്നോട്ടെ, റൈസൊക്കെ കുറച്ച് തിന്നാ, അതൊക്കെ അവന് ഓരോ സമയമൊക്കെ ഉണ്ട്. എൻ്റെ മുഖണ്ട തള്ളൊന്നും വേണ്ട, പിടിച്ചാ കിട്ടാത്ത വിധത്തിലായിട്ടിപ്പോൾ. അയ്യോ ഭയങ്കര പ്രശ്നമായി. എന്താ ചെയ്യാ, നമുക്ക് പറ്റുന്ന ഓരോ മണ്ടത്തരങ്ങൾ എന്നല്ലാണ്ട് ഇതിനൊക്കെ എന്തെന്നാ പറയാ അല്ലേ കണ്ണാ, അല്ലേ കണ്ണാ. ഞാനേ
വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാൻ എനിക്ക് കണ്ണനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല, ഒരു കൈ കൊണ്ടൊന്നും പിടിക്കാൻ പറ്റില്ല കണ്ണനെ. ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ അച്ചാച്ചനും അമ്മാമ്മയും മോളും കൂടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും 4 മണിക്ക് ഞങ്ങൾ എത്തൊരു 5-10 മിനിറ്റോ അങ്ങോട്ട് ആയി അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പം അമ്മ പറഞ്ഞു വേണ്ട താക്കോൽ വെക്കണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല എന്തായാലും താക്കോൽ വെക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പോണ്ട തിരക്കും ബഹളത്തിൽ ഞാൻ താക്കോൽ വെക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അവർ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവർ അത്ര നേരം ഉണ്ടായിരുന്നില്ല, അവർ 3:45 എത്തിയെന്ന് പറഞ്ഞു. കല്യാണം 4 മണിക്ക് വരുള്ളൂ. ഞങ്ങളൊരു 4:10 ആയപ്പോഴേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. 10 മിനിറ്റൊക്കെയാണ് കല്യാണിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ വന്ന് അച്ചാച്ചൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. കല്യാണി ചേട്ടനെ കണ്ട് എപ്പോഴും ഒരു കോള വാങ്ങി വണ്ടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതപ്പോഴേക്കും അവൾക്ക് അങ്ങനെയുള്ളതൊക്കെ വല്ലതും കണ്ട അവൾ പിന്നെ വിടില്ല കേട്ടോ. വലുതല്ലേ വലുതല്ലേ അതുകൊണ്ട് 6 മാസത്തെ സമ്മാനം കിട്ടും വേറെ. അത് പറഞ്ഞു കുക്കറാ 6 മാസത്തുണ്ട്. അപ്പൊ ഇന്ന് മുതൽ ജനസാധ്യതകളാ പോവാ. അപ്പൊ രണ്ടാളും മുരളി കോള കുടിക്കണ്ടേട്ടാ. ചമക്ക് പോയി നേരം ഒരു ബർഗറുണ്ട്. കടഞ്ഞു കൊടുക്കട്ടെ. അനിയത്തി വിളിച്ചരാന്നാ തായ അനിയത്തി വിളിച്ചരാന്ന്. അനുജത്തിക്ക് അറിയില്ല. അനുജത്തിന്റെ കൈ മുന്നിട്ട് കണ്ണ് നിറച്ച് സ്റ്റാറ്. അനുജത്തി ഇത് പൊട്ടിക്കും ഇവിടെ. അനുജത്തി എന്റെ അടുത്തല്ലേ താന്നടി കൊടുക്കടേ അല്ല കൊടുത്തേ കൊടുത്തേ. അമ്മാമ്മയുടെ ബാഗിൽ വെച്ചോ, അമ്മാമ്മയുടെ ബാഗിൽ വെച്ചോ, അമ്മാമ്മയുടെ ബാഗിൽ വെച്ചോ. കല്ലോ അമ്മാമ്മയുടെ അമ്മാമ്മയുടെ ബാഗിൽ വെച്ചോ, കണ്ണനയിൽ വെച്ചോക്കിയേ. ചേട്ടന്ന ഷർട്ടാ അത് വീർക്കാത്ത പോലെ അല്ലേ. ഷർട്ടാ വണ്ടി ഞാൻ വിചാരിച്ചേക്കാളും വലുപ്പുണ്ട്. കണ്ണൻകുട്ടിക്ക് കുളിക്കാൻ വേണ്ടി വാങ്ങിയതാ കണ്ണ. അച്ഛനും അമ്മയും അപ്പോൾ ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ട് വന്നതാ കേട്ടോ. കായ വറുത്തതും കണ്ണനും കല്ലനും ഡ്രസ്സും പൈസയൊക്കെ ആയിട്ട് വന്നതാ. അത് ഇത്ര വർഷമായിട്ട് അവർ മുടക്കിയിട്ടില്ല കേട്ടോ. 14 വർഷമായിട്ട് അവരൊന്നും മുടക്കിയിട്ടില്ല. ഇതൊന്നിട്ടമ്മത് കണ്ണൻ്റെയും കല്യാണിൻ്റെ ഡ്രസ്സ്. ഇത് കണ്ണൻ്റെ അല്ലേ? കണ്ണൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്നത് അച്ചാച്ചനും അമ്മാമ്മയും. കണ്ണാ ഡ്രസ്സ് കൊണ്ടുവന്നത് ഇത് ഭംഗിയുണ്ടല്ലോ. ഇത് ഞാൻ അന്ന് കണ്ടില്ലേ? ഇതാണോ കുറച്ച് ഇഷ്ടായ അച്ചാച്ചനും അമ്മാമ്മയും എന്നിട്ട് കൊണ്ടുവന്നേ കണ്ണന്? എന്നാ കായ വറുത്തത്, ശർക്കര വരട്ടി, പിന്നെന്തിട്ടാ ഉടുപ്പ്. അമ്മക്ക് തരുമോ കണ്ണന്റെ സൗസർ? വള നോക്കട്ടെ. അതെനിക്ക് പാകാന്ന് തോന്നുന്നുണ്ട്. കണ്ണൻ ഉറങ്ങും പൂരി എടുക്കാം. എനിക്ക് പാകാവും തോന്നുന്നുണ്ട് കേട്ടാ. അത് കറക്റ്റ് പാകാ. ഇതൊന്നും
ഇതുള്ളൂന്ന് തോന്നുന്നു. അതിലൊരെണ്ണത്തില് ചിക്കൻ കറി, ഒരെണ്ണത്തില് ചോറും കൊണ്ടുവന്നത്. ഇത് രണ്ടുണ്ടായുള്ളൂ. ഇതില് മുന്നേ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടാ? ഇതില് മുന്നേ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടാ? ആ അന്ന് അങ്ങോട്ട് വന്നപ്പോ ഞാൻ പാട്ട പറക്കി വന്നിട്ടുണ്ടായിരുന്നു. എന്തിനല്ല ഓണത്തിനുള്ളല്ലേ? ഓണത്തിനുള്ളല്ലേ? ഇന്ന് എന്തിട്ടാഴ്ച? ചൊവ്വ, ബുധൻ, വ്യാഴം, 4 ദിവസം മുന്നേ ഓണത്തിനുള്ളല്ലേ കൊണ്ടുപോണ. അമ്മക്ക് വാട്ടിട്ട് വെക്കാന്, വാട്ടി വെക്കാന് കൊടുത്തത്. കണ്ണനെങ്ങ വിടണം. ഉത്രാടത്തിന് സൈക്കിളും കൊണ്ടുവന്നാ മതി. സൈക്കിളും കൊണ്ട് പൊടിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു 5-10 കട കിട്ടിയാലും മതി, മുറിച്ചിടാം. ഒരു കാക്കേരപ്പനും മേടിക്കണം. ഒരു കാക്കേരിപ്പനും വാങ്ങണം. ഒരു കാക്കേരിപ്പം പൊട്ടി ഒരെണ്ണം വേണം. 2 പറ്റില്ല, 3 വെക്കുന്നു. 2 സൈക്കിൾ കൊണ്ടുവരാന്ന്. പിന്നെ പഠിക്കാൻ വെക്കണം. എഴുതി കഴിഞ്ഞാ അവളതിന്റെ ഇടയിൽ കൂടെ പോയതാ. കുട്ടിനൊപ്പം ഇതിൽ കുളിപ്പിക്കാം. കാണാൻ ഇതിൽ കുളിപ്പിക്കണ കാണാ, ഇതിൽ കുളിപ്പിക്കാം. ഒന്ന് കേറിയിരുന്നേടാ, ഒന്ന് കേറിയിരുന്നേടാ. എന്നിട്ടാവാ എന്നെ കൂടെ തട്ടിയിടാൻ വേണ്ടി സ്ഥലം പിടിച്ചിട്ട്. ആ എന്റെ മോനും മുക്കിയിടാനല്ല വെള്ളത്തില്. കണ്ണനെയാ? കണ്ണനെ നീ പിടിക്കുന്നത്? നിന്നെയൊക്കെ അവൻ എടുത്തെറിയും. നോക്കണൊക്കെ ഉണ്ട് മോനെ. കൊറേ കഴിയുമ്പോ എന്റെ നൊലോളി കേക്കാ. കണ്ണൻ നിക്കണ്, ഞാൻ വട്ടകേല് കിടക്കണ്, എന്നെ തള്ളിച്ചിട്ട് കെടുത്തിയാ ചെവിയിലൊക്കെ വെള്ളം കയറും. വെറുതെ പിടിച്ചിരുത്താ. ഞാൻ ഇത്രയും കൂടെ വലിപ്പം വേണ്ടാന്ന് വിചാരിച്ചിരുന്നേ. ആ ഇതിലും കുഞ്ഞിത് മതിയായിരുന്നു. ഞാൻ അവരോട് പറയുകയും ചെയ്തു. അപ്പൊ ഇത് 4 വയസ്സൊക്കെ ഉള്ള കൊച്ചുങ്ങൾക്ക് പറ്റിയതാ. ഞാൻ പറഞ്ഞു കുഞ്ഞിത് മതി, ഒരു വട്ടകേട് അത്ര മതി എന്നൊക്കെ പറഞ്ഞു. കുറച്ചു നേരം അവർ ഇരുന്നു കേട്ടോ വീട്ടില്. കുറച്ചു നേരം ഇരുന്നുള്ളൂ. പിന്നെ ഇറങ്ങാൻ നിൽക്കാപ്പോഴേക്കും സമയമായിട്ടുണ്ടായി. 5 മണി 5:30 ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ അച്ഛന് ഒരു ദിവസം ലീവ് കിട്ടുന്നതല്ലേ, അപ്പോൾ അവർ പരമാവധി വീട്ടിലിരിക്കാനാണ് അച്ഛന് ഇഷ്ടം. അപ്പോൾ അവർ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് കല്യാണി കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ ഹോസ്പിറ്റലിലുള്ള സമയത്ത്. അന്ന് അമ്മയുടെ ഫോൺ, അച്ഛൻ്റെ ഫോണൊക്കെ എടുത്ത് പണിയിലുണ്ടായിരുന്നു. അവള് പണിത് അമ്മയുടെ ഫോണിലെ ഗൂഗിൾ പേ ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ വേറെ ആരുടെയിലൊക്കെ കൊടുത്ത് അത് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ഫോണിലും അത് എന്തൊക്കെയോ പണിതിട്ട് ഗൂഗിൾ പേയിലാണ് പ്രശ്നങ്ങൾ നടത്തി വെച്ചേക്കുന്നത്. ഞാനപ്പോൾ പറയാറുണ്ട് അവളേൽ കൊടുക്കരുത്, പക്ഷെ അവൾ നമുക്ക് കാണാണ്ടൊക്കെ എടുക്കുകയും ഫോൺ, അങ്ങനെയാണ്. അപ്പോൾ അച്ഛൻ അപ്പോഴാണ് ഓർത്തത്, അയ്യോ അത് ഒന്ന് എന്നോട് പറഞ്ഞ് ശരിയാക്കണം എന്നൊക്കെ. അപ്പോൾ ഇറങ്ങാൻ നേരത്തായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം അത് ശരിയാക്കി കൊടുക്കാമെന്ന് വെച്ചു. കാരണം ഗൂഗിൾ പേ ഒക്കെ എപ്പോഴും ആവശ്യമല്ലേ. കല്യാണി അൺഇൻസ്റ്റാൾ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോണിൽ അച്ഛൻ്റെ. പിന്നെ കുറേ നേരം പണിതാലാണ് ഫോൺ ശരിയാവുള്ളൂ. ആളുടെ ഫോൺ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ അമ്മയ്ക്ക് ആ സമയത്ത് എന്തൊക്കെയോ സംശയങ്ങൾ, രണ്ടാളും ഇടയ്ക്ക് ഭയങ്കര സംശയങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ ഫോണിൻ്റെ. എൻ്റെ മെസ്സേജ് കുറേ നിറഞ്ഞു, അതൊന്ന് ഡിലീറ്റ് ചെയ്തതാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ രണ്ടാളും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ, അവിടെയാണെങ്കിൽ ചെല്ലുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഫോണിൽ, കാരണം അവിടെ ഒട്ടും റേഞ്ച് ഇല്ല. പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ ആകുമ്പോൾ പിന്നെ ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ അച്ഛനും അത് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം മെസ്സേജസ് ഡിലീറ്റ് ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ ആളാണെങ്കിൽ പറയണത് അപ്പം തന്നെ മുറക്കൂട്ടും. അങ്ങനെയാണ് അച്ഛൻ. അങ്ങനെയല്ല, അച്ഛൻ ഒക്കെ ക്യാച്ച് ചെയ്യും. അങ്ങനെയാണ്. അമ്മ അങ്ങനെയല്ല, അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്താൽ ആൾക്ക് കുറച്ച് നേരമൊക്കെ ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ ആളത് മറക്കും. കുറേ കഴിയുമ്പോൾ എന്നെ ആദ്യം വിളിക്കും, എടി അത് അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിളിക്കും കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ ആ ഗൂഗിൾ പേ ഒക്കെ ഒന്ന് ശരിയാക്കിയൊക്കെ കൊടുത്തു. പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയവർ പിന്നെ അതിരിപ്പായിട്ടോ. അച്ഛനൊക്കെ വേഗം എൻ്റെ നിന്ന് കണ്ണനെ മേടിച്ച് അച്ഛനവിടെ ഇരുന്നു. അമ്മയും കല്യാണിയും കൂടെ അവിടെ നിലത്തിരുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്, അപ്പോഴേക്കൊരു ഫോണും പിടിച്ചെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവർ രണ്ടുപേരും കണ്ണി കണ്ട രണ്ടാൾ എപ്പോഴും അത്
അച്ഛൻ അങ്ങോട്ട് പറയൽ കുറവ്, അമ്മയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ രണ്ടാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം കേട്ടോ. ഇവർ തമ്മിൽ തല്ലുവിടുമ്പോൾ നമ്മളങ്ങനെ ഇടപെട്ടാൽ കഴിഞ്ഞു. ചിലപ്പോൾ അച്ഛനും അമ്മയും തല്ലുവിടുന്നതാണിപ്പോൾ നമ്മൾ ഇതെന്താ അവർ, അപ്പോൾ നമ്മൾക്ക് ആരാണോ ന്യായം എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ഭാഗം പറയില്ലേ. നമ്മൾ അവരുടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മറ്റേ ആൾ ചോദിക്കേ നീ ആരാ ഇതൊക്കെ പറയാമെന്ന് വെക്കുക. അങ്ങനത്തെ ടീമാട്ടോ. രണ്ടാളെപ്പോഴും ഇടിയാണ്, എന്നാൽ ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് അവർ തമ്മിലുള്ളത് അവർ തമ്മിൽ തന്നെ തീർത്തോട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് കേട്ടോ. രണ്ടാളിലും കഥ പറയുകയാണെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ അവർ പോയപ്പോൾ കണ്ണൻകുട്ടിക്ക് മിക്കപ്പോഴും അച്ഛനും അമ്മാവും പോകുമ്പോൾ വിഷമമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നും ചെറുതായിട്ടൊക്കെ ഒരു വിഷമമൊക്കെ വന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിപ്പിച്ച് ചിരിപ്പിച്ചൊക്കെ വിഷമമൊക്കെ പോയിട്ട് പിന്നെ ഇന്ന് കുറേ സാധനങ്ങളൊക്കെ കിട്ടിയല്ലോ കണ്ണന്. അപ്പോൾ അതിൻ്റെ സന്തോഷം കൂടി ഉണ്ട് കേട്ടോ അവന്. അപ്പോൾ എല്ലാം കഴിഞ്ഞതേ കണ്ണൻകുട്ടീൻ്റെ ഞാൻ അതിൽ പൂള് പോലത്തേൽ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. ഞാൻ അതൊക്കെ വീഡിയോ എടുക്കണം എന്ന് വെച്ചതാണ്. അതിൻ്റെ ഇടയിൽ ഒരു പറ്റി നമ്മുടെ വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്ന ഓസ് ഇടണ്ടേ. അപ്പോൾ അത് ഇവിടെ അതിന് വേണ്ടിയിട്ട് പൈപ്പില്ല, പുറത്തുനിന്ന് ഓസ് ഇട്ടിട്ടാണ് വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം ഇടുക. അയ്യോ, ആ ഓസ് താഴെ വീണ് അടുക്കള മൊത്തം വെള്ളം, ഹാള് മൊത്തം വെള്ളം, ബെഡ്റൂമിലേക്ക് വരെ വെള്ളം. അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇപ്പോഴും അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത വിധത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള അങ്ങനെയുള്ള എല്ലാ ഇൻട്രസ്റ്റും എൻ്റെ പോയി. ഇനി കണ്ണൻകുട്ടിക്കും കല്യാണിക്കും ഭക്ഷണം കൊടുക്കണം. കാടമുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധം. നമ്മൾ പലരും വീഡിയോസിൽ വന്ന് വീഡിയോസിലല്ല കമൻസിൽ വന്ന്, നമ്മുടെ കമൻസിലല്ല എന്നാലും ഇങ്ങനെയൊക്കെ വന്ന് നമ്മുടെ കഥകളിൽ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മോൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഒരു കാര്യം ഞാൻ വീഡിയോസിൽ പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും നമ്മൾ ചെറിയാൻ വേണ്ടിയിട്ട് വീഡിയോസിൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയാത്തത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തത് കൊണ്ടാവുന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ആർക്കെന്താ പ്രശ്നം? ഈ പറയുന്ന നാട്ടുകാർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഞാനിപ്പോൾ എൻ്റെ മോന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ എനിക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ കാണും, അതിൻ്റെ ഗുണം എനിക്ക് തന്നെ. എനിക്ക് എൻ്റെ മോന് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ വ്യത്യാസങ്ങളിൽ കാണില്ല, അതിൻ്റെ ദുഃഖം എനിക്ക് തന്നെ. ഈ പറയുന്ന ഒരു നാട്ടുകാർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും നാളും തെറ്റുപറ്റി എല്ലാ കാര്യങ്ങളും ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഞാനത് പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ചൊറിയാൻ വരുന്നതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുമ്പോൾ പലയിടത്തായിട്ടാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരു വഴി ഒന്നല്ല, പല വഴികളിൽ ഞാൻ മുട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോഴേ അവർ നമ്മളുടെ അടുത്ത് പറയുന്നത് 2 വർഷം മുൻപുണ്ടായിരുന്ന അവൻ്റെ ബോഡി ശാരീരിക അവസ്ഥയല്ല ഇപ്പോൾ അവന്. ആകെ മൊത്തം കാലൊക്കെ ആകെ ഇനിയിപ്പോൾ ഹിപ്പിൻ്റെ എക്സ്റേ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹിപ്പിൻ്റെ എക്സ്റേ എടുക്കണം. ഇവിടെ ഉള്ളിലോട്ട് തള്ളി നിൽക്കാന്നുണ്ടെങ്കിൽ എന്തോ ഒരു സംഭവമൊക്കെ ഇടുന്നതിനെ പറ്റിയൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടേണ്ടി വരും. മൊത്തം ടൈറ്റ്, ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഫുൾ ബോഡി ടൈറ്റ്, മസിൽസും ഒക്കെ വീക്ക്, ആകെ ഫുൾ ഡാമേജ് ആക്കി വെച്ചേക്കുന്നത്. നിങ്ങൾ കളിച്ച് ചിരിച്ചിരിക്കുന്ന കാണുന്നുണ്ടെങ്കിലും അവൻ്റെ ബോഡിയുടെ ഒരു അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമത്തിലാണ്. കാരണം എനിക്ക് കുറ്റബോധമാണ്. ഓരോ പരസ്യങ്ങളും ഓരോരുത്തർ പ്രൊമോട്ട് ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ട് നമ്മൾ ശരിക്കും ചതിക്കുഴികളിൽ ചെന്ന് വീഴാണ്. അപ്പോൾ ഞാനൊന്നും തുറന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് എൻ്റെ വിഷമം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഇപ്പം ഞാനിപ്പോൾ പറയാം, പരസ്യം ചെയ്യുന്ന എന്തൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും അത് വാങ്ങാതിരിക്കുക. പരസ്യം പ്രൊമോഷനൊക്കെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. അതൊക്കെ വ്യാജമാണ്. അത് നമ്മൾക്ക് തന്നെ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. ഞാനിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഇതാണെങ്കിലൊക്കെ നമ്മളിങ്ങനെ ഓരോരുത്തർ പറഞ്ഞത് പ്രൊമോട്ട് ചെയ്തതും ഒക്കെ വെച്ചിട്ടും ഒക്കെയാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ അതിലൊക്കെ നമുക്ക് ഇങ്ങനെ തെറ്റ് പറ്റിയെന്ന് അറിയുമ്പോഴെനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണൻ എന്തൊരു കാര്യം എടുക്കുകയാണെങ്കിലും എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. പൈസ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഞാനത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് അവന് ഞാൻ അതാ കൊടുക്കുക. കല്യാണി 50 വയസ്സിട്ട് ഒരു രൂപയുടെ മിഠായി കുഞ്ഞി ചോക്ലേറ്റ് കൊണ്ടുവന്ന് വരുമ്പോഴും ഞാൻ പറയും കണ്ണൻ ചേട്ടൻ അത് കൊടുക്കാൻ പറ്റില്ല, അവന് ഡയറി മിൽക്കി ബാർ അങ്ങനത്തെയൊക്കെ കൊടുക്കാൻ പറ്റും. 11 നുള്ളാണെങ്കിലും ഞാൻ വെച്ച് കൊടുക്കില്ല. അവന് ഏറ്റവും നല്ലതേ ഞാൻ അവന് എപ്പോഴും കൊടുക്കാറുള്ളൂ. എനിക്കിപ്പോൾ കുറച്ച് നാളുകളായിട്ട് എനിക്കിപ്പോൾ തെറ്റുകൾ കുറേ സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോഴേ
അപ്പം മോൻ്റെ ബോഡി ഇപ്പോൾ ഇത്രയും ഇങ്ങനെ പ്രശ്നമാവാനായിട്ട് ഞാനും ഒരു കാരണക്കാരിയാണ് അല്ലേ? സത്യമായിട്ട് ഞാനൊരു കാരണക്കാരിയാണ്. എൻ്റെ ഭാഗത്തെ വീഴ്ച തന്നെയാണ്. ഞാനെല്ലാം അന്വേഷിക്കണമായിരുന്നു, അറിയണമായിരുന്നു. ആരും പറയുന്നത് വിശ്വസിച്ച് ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പം എനിക്ക് സത്യമായിട്ടും ഭയങ്കര കുറ്റബോധമുണ്ട്. നമ്മളുടെ അടുത്ത് ഓരോ ഡോക്ടേഴ്സും ഓരോ തെറാപ്പിസ്റ്റും ഒക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഞാൻ തളർന്നിരിക്കുക. കാരണം ആരും എന്തായിക്കോട്ടെ, ചെയ്യുന്നവർ അവരുടെ ജോലികൾ ചെയ്യുന്നു. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ അതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് എല്ലാവരുടെയും പ്രൊമോട്ട് ചെയ്ത് പരസ്യങ്ങൾ ഉണ്ടാക്കാനേ നോക്കുള്ളൂ. ഞാൻ എത്ര വ്യാജ കാര്യമാണ്, ഞാൻ എത്ര മോശം കാര്യം ചെയ്യുകയാണെങ്കിലും ഞാൻ എന്നെ എപ്പോഴും പുകഴ്ത്തിയേ പറയുള്ളൂ. പക്ഷേ അങ്ങനെ ഉള്ളവരെ വിശ്വസിക്കാതിരിക്കണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അപ്പം ആ ഒരു തീരുമാനത്തിൽ എനിക്കാണ് തെറ്റുപറ്റിയത്. അപ്പം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. എനിക്ക് തെറ്റുപറ്റിപ്പോയി. അപ്പം അതാലോചിക്കും, ഞാനായിട്ട് എൻ്റെ മോന് കുറേ നഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം എൻ്റെ മാത്രം തെറ്റാത്. ഞാൻ കുറേ പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വരുന്ന വഴിക്കൊക്കെ ചേട്ടൻ്റെ അടുത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ചേട്ടാ എന്നാലും നമുക്ക് തെറ്റുപറ്റിപ്പോയല്ലോ, നമ്മൾ കണ്ണൻ്റെ ഹെൽത്ത് നോക്കണമായിരുന്നു, നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ആലോചിക്കണമായിരുന്നു. ചേട്ടൻ എന്നെ കിടന്ന് ചെയ്ത പറയാം. കാരണം ഞാനെടുത്ത കുറേ തീരുമാനങ്ങൾക്കൊന്നും ചേട്ടന് താല്പര്യം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എൻ്റെ അടുത്ത് ആദ്യമേ പറയാറുണ്ടായിരുന്നു, വേണ്ട സ്വാതി, ഇത് വേണ്ട, അത് ശരിയല്ല എന്ന് എൻ്റെ അടുത്ത് പല പ്രാവശ്യം ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും ശരിയാവില്ല സ്വാതി, നമുക്ക് വേണ്ട എന്ന് കുറേ പ്രാവശ്യം ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞതാ. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നത്, അല്ല ചേട്ടൻ, നമുക്ക് ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, വേറെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്തത്. അപ്പോൾ ചേട്ടൻ ഇപ്പം എൻ്റെ അടുത്ത് മറുചോദ്യം ചോദിക്കും, ഞാൻ അന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ചോദിക്കും. അപ്പം അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലും കൂടെ നമുക്കിങ്ങനെ കണ്ണൻ്റെ ശാരീരികാവസ്ഥയെ പറ്റിയിട്ട് ഇങ്ങനെ വരുമ്പോഴേ മൊത്തത്തിൽ ഞാൻ ആകെ വിഷമത്തിലിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ 8 മാസം മുതലേക്ക് 8 വയസ്സ് വരെ ഉണ്ടായിരുന്നതും ഒക്കെ പോയി. ഇനിയിപ്പോൾ ഞാൻ ആദ്യം 8 മാസത്തിൽ നിന്ന് ഞാൻ തുടങ്ങണം ഓരോ കാര്യങ്ങൾ. അപ്പോൾ ചെയ്യും, ഞാൻ തളർന്ന് പോവില്ല. എനിക്കിപ്പോൾ കണ്ണൻ്റെ കുറച്ച് ജാതകവശാൽ അവന് കുറച്ച് മോശം സമയമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടെൻഷൻസ് എനിക്ക് ഓൾറെഡി മനസ്സിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ ജാതകമൊക്കെ ഒന്ന് കൊണ്ടുപോയി നോക്കി എന്തെങ്കിലും വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് അതൊക്കെ നോക്കണം. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഇന്നിപ്പോൾ ഈ മെഷീനിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മൈൻഡൊന്നും ഇവിടെ ആയിരുന്നില്ല. കണ്ണൻ്റെ ഇവിടെ ഇന്നിപ്പോൾ പോയി വന്നതിന് ശേഷം കണ്ണന് കുറുക്ക് അടി പിടിച്ച് കരിഞ്ഞു പോയി. ചോറ് തിളപ്പിക്കാൻ വെച്ചു, ചോറ് തിളപ്പിച്ചത് അത് കിടന്ന് തിളക്കിയാ. എൻ്റെ മൈൻഡൊന്നും ഇവിടെയല്ല. ചോറ് പായസമായിപ്പോയി, ആകെ ഇതാക്കി. ഇപ്പോൾ രണ്ടാമത് വെക്കാൻ വെച്ചേക്കാം. നമുക്ക് അത് സ്പൂൺ കൊണ്ട് കോരി തിന്നാവുന്ന പാകത്തിനായിപ്പോയി ചോറ്. രണ്ടാമത് വന്നിട്ട് വെക്കാൻ വെച്ചേക്കാം. പിന്നെ മെഷീനിലേക്ക് വെള്ളം ഇട്ടിട്ട് ഞാൻ എവിടെ പോയി നിൽക്കുക, അത് പോയി നിറച്ച് അങ്ങനെ. അപ്പോൾ മൈൻഡൊന്നും നമുക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. കാരണം ഒരാൾ നമ്മളെ കുറ്റം പറഞ്ഞാൽ നമ്മൾ ആ കുറ്റം പറയുമ്പോഴേ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ആലോചിക്കും അല്ലേ? ഇപ്പോൾ ഒരാൾ എന്നെ പറ്റി കുറ്റം പറയുന്നു, ഞാൻ ആലോചിക്കും, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് പിന്നെ ടെൻഷനില്ല. പക്ഷെ ഇതെനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. തിരുത്തി പറയണം എന്നുണ്ട്, ചിലതൊന്നും എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. തിരുത്തി പറയുമെന്നെങ്കിലുമൊക്കെ. അപ്പം അങ്ങനെ ആ തെറ്റ് പറ്റിയതിൻ്റെ ഭയങ്കരമായ കുറ്റബോധത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കുറ്റബോധമൊക്കെ അടക്കം എടുക്കട്ടെ, നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി എന്ത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ അച്ഛനും അമ്മയും വന്നപ്പോഴൊക്കെ ആണെങ്കിൽ ഞങ്ങൾ കുറേ നേരം അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, കുറേ പൈസയാണെങ്കിൽ നമ്മളുടെ പോയി, എന്താ പറയുക, കുറേ അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് പോയത് നമ്മളുടെ കുറേ വർഷങ്ങളല്ലേ, 2 വർഷത്തോളം വെറുതെ ഇങ്ങനെ ആകെ ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് ആകെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വായിന്ന് വീണും പോവും. അപ്പോൾ ഞാൻ എന്തായാലും കണ്ണൻകുട്ടീനെ ഭക്ഷണമൊക്കെ കൊടുക്കട്ടെ. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കട്ടെ. ആകെ സാഡായിട്ട് നിൽക്കുക. കാരണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതേ. അപ്പോൾ ഭയങ്കര വിഷമത്തിലാണ് നിൽക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ഇനി മുന്നോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോവാൻ. ഞാൻ അവസാനിപ്പിക്കുക വീഡിയോ. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.